എങ്ങനെയാ ജഡ്ജസ്? രണ്ടുപേര് ജഡ്ജായിട്ട് പോവുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അപ്പോൾ ഒരുത്തൻ തോട്ടിൽ പശുവിനെ കഴുകുക. അപ്പോൾ അവനോട് ചോദിച്ചു, അണ്ണ എവിടെ പോണു? അവൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു ജഡ്ജ്മെന്റ്. നീ പറഞ്ഞ ഞാനും പറഞ്ഞ അണ്ണ. ഈ സാധനത്തിനെ കേരളക്കാർ മറന്നിട്ടില്ല. ഒന്ന് മറന്നു വന്നപ്പോൾ ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. വീണ്ടും ചാനലുകളിലൊക്കെ വന്ന് പഴയ കാര്യം തന്നെ. ശങ്കരൻ അഗൈൻ. അത് തന്നെ ഒരു വ്യത്യാസവും മാനസികമായി വരാത്ത ഒരു സ്ത്രീയാണ് കലാഭവൻ സത്യഭാമ. ഈ ഒരു കലാഭവനല്ല, കലാമണ്ഡലം, ക്ഷമിക്കണം, കലാമണ്ഡലത്തിന്റെ പേര് കളയാൻ വന്ന, എന്താ പറയുന്ന ഇവരെ. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വന്നു. അപ്പോൾ വീണ്ടും ചാനലുകാർ തന്നെയാണ്, മീഡിയക്കാരാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കലാഭവൻ മണിയെ നമ്മൾ കേരളക്കാർ ഏത് രീതിയിലാണ് അംഗീകരിച്ചത്. സംസ്ഥാന അവാർഡിന് കരിമാടിക്കുട്ടനിലേക്ക് എന്ത് അഭിനയം ആ കറുത്ത കുട്ടൻ കാഴ്ചവെച്ചത്. കേരളത്തില് അവാർഡ് നേടിയ നടനാണ്. സത്യം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കേണ്ട ഒരാളായിരുന്നു കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ അനിയനെ നമുക്ക് എല്ലാവർക്കും അറിയാം, RLV രാമകൃഷ്ണൻ, നല്ല ഒരു നർത്തകനാണ്. ഇപ്പോൾ ഏതായാലും ശരി, ഇവരൊക്കെ വിവാദം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കുക. ഏതായാലും കലാമണ്ഡലത്തിൽ തന്നെ സ്ഥിരം അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഇവരുടെയൊക്കെ ഈ ഒരു നെഗറ്റീവ് അവർക്ക് പെട്ടെന്ന് ഇതിനൊക്കെ കാര്യങ്ങൾ നീങ്ങിയെന്ന് വേണം കരുതാൻ. ഏതായാലും കഴിഞ്ഞ ദിവസം വീണ്ടും ഉമ്മച്ചി വന്ന് ചാനലിലൊക്കെ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്തു തുടങ്ങി. കുറെ നാളായിട്ട് വെളിയിലോട്ട് ഇറങ്ങാതിരിക്കുകയായിരുന്നു. കാര്യം പുക പോയി എയറിലായിരുന്നു. എന്തായാലും നമുക്ക് അതൊന്നും നോക്കാം, എന്തൊക്കെയാണ് ഇവരുടെ നീക്കങ്ങൾ എന്ന്. കുട്ടികളെ ടീച്ചർ വലിയ വിവാദമുള്ള വിഷയം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആദ്യം പറഞ്ഞത് മാധ്യമ പ്രവർത്തകര് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ എന്തുകൊണ്ട് മേക്കപ്പ് ഇടുന്നില്ല? മോശമല്ലേ? വീട്ടിൽ വന്നവരിൽ ആരും സുന്ദരികളില്ലെന്നാണോ പറഞ്ഞത്? അല്ല, ഇല്ല, അവര് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. മേക്കപ്പ് ചെയ്തിട്ട് ഇവർക്ക് എന്ന് പറയുന്ന കാശനുണ്ടോ? രാവിലെ മുതൽ അന്തിയോളം പിന്നെ ഫീൽഡിൽ ഓടി നടന്ന് ന്യൂസ് ഉണ്ടാക്കുന്ന റിപ്പോർട്ടർമാര് മേക്കപ്പ് ഇല്ലാതെ ചെല്ലുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന അസത്യഭാമേ. അല്ലല്ല, ഞാന് പുട്ടിയടിച്ചു മേക്കപ്പ് ചെയ്തു എന്നാണ് ഇപ്പൊ മീഡിയക്കാരൊക്കെ പറഞ്ഞല്ലോ. എന്റെ പൊട്ടിനെ കുറിച്ച് പറഞ്ഞു, എന്റെ മുടിയെ കുറിച്ച് പറഞ്ഞു. ഈ പൊട്ടിനെ കുറിച്ച് പറയുമ്പോ നമ്മള് ധാരാളം ട്രോളുകൾ കണ്ടതാ. ഈ പൊട്ടും വെച്ച് കുറച്ചുപേര് ഏതായാലും കുറച്ച് പൈസ ഉണ്ടാക്കി, അത്ര ഒരു ചാൻസ് ഇവരുണ്ടാക്കി കൊടുത്തു. അതിനേതായാലും ഒരു താങ്ക്സ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ എന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ വന്നിട്ടുള്ളവരിൽ എത്ര പേര് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്? മേക്കപ്പ് ചെയ്യില്ല. പക്ഷേ ഞങ്ങളുടെ തൊഴിലും ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒന്നും ഒരുങ്ങാതെ ഈ കണ്ണിന് ഒരു മിഴിവ് വന്നിട്ടൊന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ സാമാന്യം ഇത്തിരി ഒരുങ്ങും. അപ്പൊ ഇവിടൊക്കെ കുറെ ഡാൻസ് ടീച്ചർമാര് കലാമണ്ഡലം പേരുള്ള ഇവിടെ ഈ ഹരിപ്പാടൊക്കെ തന്നെ ഉണ്ട്. അവരുമായിട്ടൊക്കെ നമ്മൾ നല്ല ബന്ധം ഉള്ള ഒരു ഞായറാഴ്ച രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം 5 മണി വരെ ഒരു മേക്കപ്പും ഇല്ല. അവര് മാന്യമായ ഒരു വസ്ത്രം, ഈ ഫ്രീ ആയിട്ടുള്ള ഒരു വസ്ത്രം മാത്രം ധരിച്ചു വന്നാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഈ കണ്ണിന് മിഴിവേകുന്ന കാര്യമൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഏതായാലും ഇവരെ കുറിച്ച് ഇപ്പൊ വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ വിവാദങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. വേടൻ ഇതൊന്നും കാണുന്നില്ല. വേട, നീ ഇതൊക്കെയാണ് കാണേണ്ടതും എഴുതേണ്ടതും. ഈ പഴയ കാലത്തെ അയ്യങ്കാളിയും പിന്നെ മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ നേടിത്തന്ന കാര്യങ്ങൾ വിളമ്പി നടന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടിയെ പൊക്കുകയാണെന്നാലും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല മോനെ. നിന്റെ സൃഷ്ടികൾ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോവാ. ഇതുപോലുള്ള ഈ എന്തുവാ പറയുന്നത്, ഈ ഇങ്ങനെയുള്ള അസമത്വം കാണിക്കുന്ന സ്ത്രീകളെ കുറിച്ച് നീ ഒന്ന് പാട്. അത് ചിലപ്പോ കേരളം ഒന്നുകൂടെ ഏറ്റെടുക്കും. കുറിച്ച് പറഞ്ഞ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ തനത് കലയായ മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തെ കുറിച്ച് പറയരുത്, പോളണ്ടിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞോട്ടും. പോളണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ എന്ന് പറഞ്ഞല്ല, മോഹിനിയാട്ടത്തെ കുറിച്ച് പറഞ്ഞാൽ തറപ്പാകരുത്. അതിൻ്റെ അകത്ത് ആണായാലും പെണ്ണായാലും ഇച്ചിരി സൗന്ദര്യം വേണം എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ലേ? അതെനിക്ക് പറയാൻ പാടില്ലേ? അതാണ് അവിടെ ഏറ്റവും വലിയ വന്നത്. ആ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ
പളപളപ്പൻ വെള്ളയാണോ എന്നുള്ളതാണ് എന്റെ സംശയം. നമ്മള് മലയാളത്തിലെ നടന്മാരെ ഒന്ന് എടുത്തു നോക്ക്. അഹ് പ്രധാന നടന്മാരെല്ലാം മമ്മൂട്ടി, മോഹൻലാൽ. മമ്മൂട്ടി പക്ക വെള്ളയാണെന്ന് പറയും, നല്ല വെളുത്ത ബോഡിയാണ്. മോഹൻലാൽ വെളുത്താണെന്ന് ആർക്ക് പറയാൻ പറ്റും? മോഹൻലാൽ ഒരു ഇരുണ്ട കളർന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെ സൗന്ദര്യം അവരുടെ ഉള്ളിലിരിക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ്. അതുപോലെ അഭിനയത്തിലൂടെ ഈ സൗന്ദര്യം കറുപ്പാണെന്ന് തെളിയിച്ചാണ് കലാഭവൻ മണി. നമ്മളിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതുപോലുള്ള നികൃഷ്ടമായ മനസ്സോടിരിക്കുന്ന ഈ കലാമണ്ഡലം എന്നുള്ള പേരെടുത്ത് കളയാൻ പോലും ഈ സർക്കാരിന് പറ്റുന്നില്ലല്ലോ. കളറാണ് എന്നൊരു പറഞ്ഞതുകൊണ്ട് സൗന്ദര്യത്തിന് കളറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചാനലുകളിൽ ആ ഇതൊക്കെയാണ് വീണ്ടും 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 വരുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്ത സമയത്ത് ചില വിവാദങ്ങൾ പറഞ്ഞോട്ടെ. മല്ലികാ സുമാരനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. മല്ലികാ സുമാരൻ പറഞ്ഞു കേട്ടോണേ, കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല. കലാഭവൻ ഒറിജിനൽ അല്ലെന്ന് ഈ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ. എന്റെ ഭായി കലാഭവനെ വരുത്തുള്ളൂ. അല്ലെ, കലാഭവന്റെ എപ്പോഴും ആ ഒരു പേര് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ശരി, കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് നമ്മുടെ മല്ലിക ചേച്ചി പറയുന്നത്. കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലെന്ന് 50 പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു, ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഓരോരുത്തരും കാണുന്നത്. ഉടനെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഞാൻ പാടിയും എൻ്റെ പിള്ളേർ കളിച്ചതും എൻ്റെ എല്ലാ പ്രോഗ്രാംസും ഈ മീഡിയയിലെല്ലാം ഇട്ടുകൊണ്ടിരിക്കുക. എൻ്റെ മീഡിയയല്ല, എൻ്റെ പേജിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ പുറകോട്ട് പോവില്ല എന്നുള്ളത് ഒന്ന്. പിന്നെ കുറേ പറഞ്ഞാൽ എന്താ അറിയുക, അവർക്ക് എനിക്ക് കഴിവില്ല എന്ന് ഒരു കലാകാരൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. കലാകാരന്മാര് പറയത്തില്ല കാര്യം. ഇവരുടെ എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്തുന്ന കലാകാരന്മാർക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഞങ്ങളെ കൂട്ടുള്ളവർക്ക്, കേരളത്തിലെ ജനങ്ങൾക്കേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ചെന്നിട്ട് കുറച്ചു പേര് ഇവരുടെ ആശ്രിതരായി നിൽക്കുന്ന കുറെ കലാകാരന്മാരുണ്ടെന്ന് വേണം ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരു കലാകാരൻ പറയട്ടെ കേരളത്തിലെ, പക്ഷെ എനിക്ക് തോന്നുന്നു ടീച്ചറിന്റെ അത്തരത്തിലുള്ള കഴിവുകളെയൊന്നും ആരും ചോദ്യം ചെയ്തില്ല. അതൊന്നും ആരും ചോദ്യം ചെയ്തതല്ല, പക്ഷെ ഇവരുടെ ഈ വർത്താനം മാത്രമാണെന്ന് ചോദ്യം ചെയ്യപ്പെട്ടത്. മാഷുമാർ ഇങ്ങനെ പലരും നമ്മുടെ ഗൾഫിലോട്ട് പല രാജ്യങ്ങളിലേക്ക് എനിക്കറിയാവുന്ന പലരും. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പോയത് ഗൾഫിലോട്ട് എന്ന് ചോദിക്കുകയാണ് എന്നെ വിളിക്കുമ്പോൾ. ടീച്ചറെ ഇവിടെ ഭയങ്കര കുട്ടികളൊന്നുമില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ വന്നത് എപ്പോഴറിയാം? കൊറോണ വന്നതിന് ശേഷം കുറേ കുട്ടികൾ. എന്തായാലും ശരി, ഇവരുടെ മാനസികമായി ഒരു വളർച്ചയില്ലാത്ത കലാകാരി എന്ന് വേണം നമുക്ക് പറയുവാൻ. ഒന്ന് ചോദിച്ചു, അതിനെന്താ ഞാൻ പറയാം, ടീച്ചറിൻ്റെ അടുത്ത് പറയാം. അങ്ങനെ ഞാൻ ആ കൊട്ടാരക്കര വഴി തൃശ്ശൂർ പോകുമായിരുന്നു. പോയി വന്നപ്പോഴത്തേക്ക് ഈ പയ്യനെയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കാണാൻ പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ആൾദൈവങ്ങളെയൊക്കെ അറിയാലോ. ഈ ആൾദൈവങ്ങൾക്ക് ഒരു മരണം ഉണ്ടല്ലോ എപ്പോഴെങ്കിലും. അപ്പൊ അടുത്ത ആൾദൈവങ്ങൾ വേണ്ടേ? അത് വേറെ വിവാദങ്ങളാണ്, നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. അതൊക്കെ പോട്ടെ, എന്തെങ്കിലും ആട്ടെ. പിന്നെ കുട്ടികളെ നിരാശപ്പെടുത്തത്തില്ല ടീച്ചർ. പിന്നെ ഈ വേദികളിലേക്കൊക്കെ പറഞ്ഞു, പക്ഷേ മാർക്ക് കൊടുക്കില്ല. എല്ലാ സ്ഥാപനത്തിലും ഒക്കെ അങ്ങോട്ട് നിർത്തി. പിന്നെ അതൊന്ന്, ഇപ്പം അത് അവർക്ക് കുട്ടികൾ കുറവുള്ളതുകൊണ്ട് അവർ പറയാമെന്ന് ധരിക്കേണ്ട. എൻ്റെ വീട്ടിൽ സാമാന്യം നല്ല ഫീസാണ്. ഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ സീനിയറാണ്, കുറച്ച് തീരെ ജൂനിയറല്ല. പിന്നെ ഓരോ ടീച്ചർമാർക്കും നമ്മളെ ഒരു പാല് വാങ്ങിക്കണേ അതിന് പ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഉജാല വാങ്ങിക്കണ പ്രൈസ് ഉണ്ട്. കേരളത്തിൽ ഇതൊന്നും യാതൊരു ഫീസും ഇല്ല. കലാകാരന്മാരുടെ ഇതുപോലുള്ള ആർട്ടിസ്റ്റ്, ഇപ്പൊ നമുക്കറിയാം ചങ്ങനാശ്ശേരി ആസ്ഥാനമായി ഒരു നടി, അവരൊക്കെ വൻ ഫീസുകൾ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ അതിനപ്പുറം കഴിവുള്ള കലാമണ്ഡലം പേരുള്ള ചിലരൊക്കെ മാന്യമായ രീതിയിലുള്ള ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ഈ ആർട്ടിസ്റ്റ് വാല്യൂ വെച്ച് മുതലെടുക്കുന്ന ഒരു സമൂഹമാണ് ഒരുപക്ഷെ ഇവരിൽ ചിലരെങ്കിലും. വേറെ ഒരുപാട് ദാരിദ്ര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അതൊക്കെ വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ മോഹിനിയാട്ടവും കറുപ്പും ആയിരുന്നല്ലോ നമ്മുടെ പ്രശ്നം. അതെ, മോഹിനിയാട്ടവും കറുപ്പും കുഴപ്പമില്ല. അപ്പൊ ഈ മോഹിനിയാട്ടം കറുത്ത കുട്ടികൾ പഠിക്കണ്ട അങ്ങനെ തന്നെയാണോ ടീച്ചറെ? ഒരിക്കലും ഇല്ല. ഞാൻ കറുത്ത കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ പഠിപ്പിക്കും, പക്ഷേ
അവാർഡിന് വിടത്തില്ല. ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് എൻ്റെ ഒരു കുട്ടി മോഹിനിയാണ് ആ ഇത് കേട്ടോണം. ഒരു കുട്ടിയുടെ ഇവരുടെ മനസ്സിലിരിപ്പ് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. കേട്ടോണേ. ത്തിന് പോയി. ഉം. ആ കുട്ടി നല്ല നിറമില്ല, പക്ഷെ സാധ്യമായിട്ട് കളിക്കും, നല്ല നിറമില്ല. അസാധ്യമായിട്ട് കളിക്കും. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ വേഷഭംഗിയുടെ കാര്യം വരുമ്പോൾ ഇത്തിരി എനിക്ക് കുട്ടിയോട്, എൻ്റെ കുട്ടിയോട് പേഴ്സണലായിട്ട് പറയാലോ. ഞാൻ പറഞ്ഞു, മോളെ വേഷഭംഗി നിനക്ക് ഇത്തിരി കുറവാണ്. ആ സാരമില്ല ടീച്ചർ, എന്തായാലും ഒരു വേദി. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും പറഞ്ഞു, ടീച്ചർ ഒരു നല്ല നമ്മുടെ സനറ്റും ഉള്ളായിരുന്നു ഈ വർഷമല്ല കേട്ടോ, കഴിഞ്ഞ വർഷം. അത് ആ കുട്ടി അന്ന് ലാസ്റ്റ് കളിച്ച യൂണിവേഴ്സിറ്റിക്ക്. ഞാൻ പറഞ്ഞു, അവർ പറയണത് എന്താ അറിയോ ടീച്ചർ, ഒരു വേദി എന്ന് പറഞ്ഞാൽ കുറേ ക്ലാസ്സിൻ്റെ ഫലമാണ്. അത് അറിയാവുന്നവർക്ക് അറിയാം അതിൻ്റെ കാര്യം. അപ്പം ആ കുട്ടി അതങ്ങ് ഞാൻ കളിച്ചോ, നമ്മൾ കളിച്ചോ, ധൈര്യമായിട്ട് കളിച്ചോ. എന്ന് വെച്ചാൽ ഇപ്പോഴും അവരുടെ നികൃഷ്ടമായ മനസ്സിന് ഒരു മാറ്റവും ഇല്ല. കാരണം കറുപ്പാണ്, കളിച്ചോ. പിന്നെ വേഷവിധാനത്തിലൊന്നും വലിയ സൗന്ദര്യമൊന്നും വേഷം ഭംഗിയില്ല. വേഷഭംഗി എന്നാക്കി നിനക്ക് ഭംഗിയില്ല എന്ന് പറയുന്നതിന് പകരം വേഷഭംഗി എന്നാക്കി ആ കൊച്ചിനെ വേദിയിൽ, അവർക്ക് കളിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വേദിയിൽ കളിച്ചു. ഇതുപോലുള്ള ചിന്താഗതികൾ ഉള്ള ഒരു കേരളത്തിലെ ഒരു നൂറ്റാണ്ട് മുമ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ വേണം പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷെ ഇപ്പൊ ഇതുപോലുള്ള കൃമികൾ എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലുള്ള കീടങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ കലാരംഗത്തുള്ളവരും മറ്റ് നിയമ സംവിധാനങ്ങളും മുന്നിൽ വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.